നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രശസ്ത നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതരായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിരിയടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ 60ഓളം സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു അദ്ദേഹം. പ്രശസ്ത നാടകാഭിനേതാക്കളായിരുന്ന O. മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. അവരുടെ മകൻ ദിവ്യദർശൻ സിനിമാഭിനേതാവാണ്. നടനും MLA-യുമായ മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. ഭാര്യാപിതാവ് O. മാധവന്റെ ഉടമസ്ഥതയിലുള്ള കൊല്ലത്തെ കാളിദാസ കലാകേന്ദ്രത്തിന്റെ മുഖ്യ പ്രവർത്തകരായിരുന്നു. 1987 മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. 1981 ഗ്രീഷ്മം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആദ്യം അഭിനയിച്ചത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U. പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ UDF നേതാവ് A. ഇർഷാദിനെ UDF നിയോജക മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. അതിനിടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM നേതാവ് P.K. ശ്രീമതി പരാതി നൽകി. സംസ്ഥാനത്ത് പിന്നെയും ചൂടേറുന്നു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും കൂടാനിടയുണ്ട്. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ UV സൂചിക ഉയരുമെന്ന മുന്നറിയിപ്പുമുണ്ട്. UV സൂചിക ഉയരുന്നതിനാൽ കൂടുതൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വെള്ളനാട് ട്രഷറിയിൽ അടയ്ക്കാനായി ആധാരമെഴുത്ത് ഓഫീസ് ഉടമ കൊണ്ടുവന്ന 10 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. എന്നാൽ അന്വേഷണത്തിൽ തുക പരാതിക്കാരിയുടെ വീട്ടിന്റെ അടുക്കളയിൽ നിന്നും ഓഫീസിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ആര്യനാട് വലിയ കലുങ്ക് സ്വദേശിനി ഓമനയമ്മയാണ് പണം നഷ്ടമായെന്ന് പറഞ്ഞ് രാവിലെ 11:30 റോഡിൽ ബഹളം കൂട്ടിയത്. വെള്ളനാട് ട്രഷറിയിൽ പോകുന്ന വഴി കമ്പനിമുക്ക് കഴിഞ്ഞ് വെള്ളൂപ്പാറ സൊസൈറ്റി റോഡിന് സമീപത്ത് വെച്ച് തന്നെ ഓട്ടോ ഡ്രൈവർ ആക്രമിച്ച് 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും ഓട്ടോയിൽ നിന്ന് തള്ളിയിട്ട ശേഷം കടന്നു കളഞ്ഞെന്നുമാണ് ഇവർ പറഞ്ഞത്. സ്ഥലത്തെത്തിയ പോലീസ് റോഡിൽ കിടക്കുകയായിരുന്ന ഓമനയമ്മയെ വെള്ളനാട് ആശുപത്രിയിലേക്ക് മാറ്റി. ആര്യനാട് നിന്ന് ഓട്ടോയിൽ വെള്ളനാട്ടിലെ ട്രഷറിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഡ്രൈവർ ആക്രമിച്ചതെന്നും ഇവർ പറഞ്ഞു. സംശയം തോന്നിയ പോലീസ് റോഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പരാതിയിൽ പറയുന്ന തരത്തിലൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസ് ഇവരെ ആര്യനാട് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. തുടർന്നാണ് കള്ളി വെളിച്ചത്തായത്. 6 ലക്ഷം രൂപ വീടിന്റെ അടുക്കളയിലും ബാക്കി തുക തന്റെ ആധാരമെഴുത്ത് ഓഫീസിലും ഒളിപ്പിച്ചു വെച്ചതായി ഇവർ പോലീസിനോട് സമ്മതിച്ചു. പോലീസ് ഈ തുക കണ്ടെടുത്തു. ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെന്ന് ആര്യനാട് പോലീസ് അറിയിച്ചു. ആലപ്പുഴ കണ്ണർക്കാട്ടുള്ള P. കൃഷ്ണപിള്ള സ്മാരകത്തിനു തീയിട്ട് പ്രതിമയ്ക്ക് കേടുവരുത്തിയ സംഭവത്തിൽ അന്ന് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറിയായിരുന്ന മന്ത്രി സജി ചെറിയാനെ സംശയനിഴലിൽ നിർത്തി പാർട്ടി വിട്ട G. സുധാകരൻ. ഒരു ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2013 ഒക്ടോബർ 31 പുലർച്ചെ 1:30 കൃഷ്ണപിള്ള അവസാന നാളുകൾ ചെലവിട്ട ചെല്ലിക്കണ്ടത്തിൽ വീട്ടിന് തീപിടിച്ചത്. 2:30 സജി ചെറിയാൻ സ്ഥലത്തെത്തിയെന്നും ചെങ്ങന്നൂരിൽ നിന്ന് ഇത്ര പെട്ടെന്ന് എത്തുകയെന്നത് സംശയകരമാണെന്നുമാണ് സുധാകരൻ ആരോപിച്ചത്. പാർട്ടി തലത്തിൽ അന്വേഷണം വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടെങ്കിലും പിണറായി അത് വേണ്ടെന്ന് പറഞ്ഞെന്നും സുധാകരൻ ആരോപിച്ചു. അന്ന് അറസ്റ്റിലായവർ യഥാർത്ഥ പ്രതികളല്ല. യഥാർത്ഥ പ്രതികളെക്കുറിച്ച് തനിക്ക് സൂചനയുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. പാങ്ങോട് സൈനിക ആസ്ഥാനത്തെ ആനക്കൊമ്പ് മോഷണത്തിലും കവടിയാർ കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കവർന്ന കേസിലും പ്രതികളെ കണ്ടെത്താനാകാത്തതും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്തതും പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. അന്വേഷണം മന്ദഗതിയിലാകുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും ഇടയാക്കി. തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നടന്ന ഈ 2 മോഷണങ്ങളും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് വെളിപ്പെടുത്തുന്നത്. VVIP മേഖലകളിൽ പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനം സാധാരണക്കാരുടെ കാര്യത്തിൽ എന്ത് സുരക്ഷയാണ് നൽകുന്നതെന്ന ചോദ്യം ഉയരുന്നു. ആധുനിക സംവിധാനങ്ങളും സൈബർ വിങ്ങും ഉണ്ടായിട്ടും പ്രതികൾ ഇത്രയും കാലം ഒളിവിൽ കഴിയുന്നത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. കോഴിക്കോട് സൈബർ സെക്യൂരിറ്റി വിദഗ്ധന്റെ വീട്ടിൽ നിന്ന് 21 പവൻ സ്വർണം കവർന്നു. തിരുത്തിയാട് അഴക്കൊടി പൊൽപ്പായം എന്ന വീട്ടിൽ P. വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിലാണ് മോഷണം ഉണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 6-നും വൈകിട്ട് 4-നും ഇടെയാണ് മോഷണം ഉണ്ടായതെന്നാണ് കരുതുന്നത്. വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറിയാണ് അലമാരയിൽ സൂക്ഷിച്ച 21 പവൻ സ്വർണം കവർന്നത്. വീട്ടുടമസ്ഥന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. വിരലടയാള വിദഗ്ധരും മറ്റും സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. വിനോദും ഭാര്യയും ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ
ഗുരുവായൂർ ദർശനത്തിനായി പോയിരുന്നു. വൈകിട്ട് 4 മണിയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന ശേഷം മോഷണം നടത്തിയതായി സൂചന ലഭിച്ചത്. അടച്ചിട്ട വീട്ടിൽ നിന്ന് 62 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കണ്ണൂർ കുറ്റൂരിലാണ് വൻ കവർച്ച നടന്നത്. പെരുന്നാൾ ആഘോഷത്തിനായി കുടുംബം പുറത്തുപോയ സമയമായിരുന്നു കവർച്ച. ചൊവ്വാഴ്ച വീട്ടുകാർ തിരികെ എത്തിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായ വിവരം അറിയുന്നത്. വീടിന്റെ പിൻവശത്തെ കിണറിനോട് ചേർന്ന വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. അലമാരകൾ കുത്തിത്തുറന്നായിരുന്നു മോഷണം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകാത്തതിനാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കില്ലെന്നാണ് സൂചന. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹാജരാക്കും. ഏറ്റവും ജനപ്രിയനായ ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US ആസ്ഥാനമായുള്ള ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സമീപകാല ആഗോള സർവേ അനുസരിച്ചാണ് മോദി ഏറ്റവും ജനപ്രിയതയുള്ള നേതാവായിരിക്കുന്നത്. 2026 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെ ട്രാക്ക് ചെയ്ത ഈ സർവേയിൽ മറ്റ് ലോക നേതാക്കളെ മറികടന്ന് പ്രധാനമന്ത്രി മോദി മുന്നിലെത്തി. റിപ്പോർട്ട് അനുസരിച്ച് മോദിക്ക് 68% അംഗീകാര നിരക്ക് ലഭിച്ചു. ഇത് സർവേ നടത്തിയ എല്ലാ നേതാക്കളിലും വെച്ച് ഏറ്റവും ഉയർന്നതാണ്. ഓരോ രാജ്യത്തെയും മുതിർന്നവരിൽ നിന്ന് ശേഖരിച്ച പ്രതികരണങ്ങളുടെയും 7 ദിവസത്തെ റോളിംഗ് ശരാശരിയെ ആസ്ഥാനമാക്കിയുമുള്ളതാണ് ഈ സർവേ. പ്രധാനമന്ത്രി മോദിക്ക് പിന്നിലായി സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ 62% അംഗീകാര നിരക്കോടെ 2ാം സ്ഥാനം നേടി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് 62%വുമായി 3ാം സ്ഥാനത്താണ്. ഇറാനിലെ സമീപകാല യുദ്ധത്തെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര നിരക്ക് 39%മായി. ഇതോടെ ആദ്യ 10 ഇടം നേടാൻ ആയില്ല. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ 24%വും ജർമ്മനിയുടെ ഫെഡറിക് മെർസ് 20%വും നേടി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഏറ്റവും താഴ്ന്ന നിലയിൽ വെറും 17% അംഗീകാര നിരക്കും 75% അംഗീകാരമില്ലായ്മയും രേഖപ്പെടുത്തി. അണുബാധയെ തുടർന്ന് ന്യൂഡൽഹി ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ സോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒഡീഷയിലെ ക്ഷേത്ര നഗരമായ പുരിക്ക് താഴെ ഒരു പുരാതന നഗരം കണ്ടെത്തി. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ GPR സർവേയിലാണ് ഈ നഗരം കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഐക്കണിക് ജഗന്നാഥ ക്ഷേത്രത്തിനെ കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യ തുരങ്കമാണെന്ന് സംശയിക്കുന്ന മറ്റൊരു ഘടനയും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശ്രീമന്ദിർ പരിക്രമ പദ്ധതിയുടെ സമയത്ത് ശക്തമായ ഗംഗാ രാജവംശത്തിന്റെ കാലഘട്ടത്തിലെ സിംഹശില്പങ്ങളെ തൊഴിലാളികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈടെക് സർവേക്ക് ഉത്തരവിട്ടത്. തുടർന്നുണ്ടായ കാര്യങ്ങൾ വിദഗ്ധരെ കൗതുകപ്പെടുത്തി. കണ്ടെത്തലുകൾ അനുസരിച്ച് ഭൂഗർഭ അവശിഷ്ടങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പകരം അവ പുരിയിലുടനീളം വ്യാപിച്ചു കിടക്കുന്നതായാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭാരതീയ ജനതാ പാർട്ടി BJP 19 സ്ഥാനാർത്ഥികളുടെ 3ാം പട്ടിക പുറത്തിറക്കി. കോളേജിലെ RG കാർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയായ രത്ന ദേബ്നാഥിന്റെ അമ്മയെ പാനിഹത്തിയിൽ നിന്ന് BJP മത്സരിപ്പിക്കുന്നുവെന്നതാണ് ഈ പട്ടികയിലെ പ്രധാനം. BJP ടിക്കറ്റിൽ മത്സരിക്കാൻ രത്ന ദേബ്നാഥ് സന്നദ്ധത പ്രകടിപ്പിച്ചതു മുതൽ രാഷ്ട്രീയ നിരീക്ഷകർ അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള പ്രവേശനം നോക്കാതിരിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടിയായിരിക്കും അത്. മകളുടെ കേസിൽ നീതി വൈകുന്നുണ്ടെന്നും അതിനാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ കേസിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ദേബ്നാഥ് പലതവണ പ്രസ്താവിച്ചിരുന്നു. ഡൽഹി കോടതി 2 ബംഗ്ലാദേശ് പൗരന്മാരെ 11 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പശ്ചിമ ബംഗാളിൽ നിന്ന് NIA ഇവരെ അറസ്റ്റ് ചെയ്ത് ട്രാൻസിറ്റ് റിമാൻഡിൽ ന്യൂഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെ പ്രത്യേക NIA ജഡ്ജിയുടെ മുമ്പാകെ ഇവരെ ഹാജരാക്കി. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രവർത്തകനായ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയെ ബംഗ്ലാദേശിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നതെന്ന് ആരോപിക്കപ്പെടുന്നു. വജ്രവ്യാപാരി നീരവ് മോദിയുടെ നാടുകടത്തൽ കേസ് വീണ്ടും തുറക്കാൻ ലണ്ടനിലെ ഹൈക്കോടതി ബുധനാഴ്ച വിസമ്മതിച്ചു. ഇതോടെ യുണൈറ്റഡ് കിങ്ഡത്തിലെ അദ്ദേഹത്തിന്റെ അവസാന നിയമപരമായ വഴിയും അടഞ്ഞു. 7 വർഷത്തിലേറെ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള വഴിയൊരുക്കുന്നതുമായ വിധിയാണിത്. 2025 സെപ്റ്റംബറിലും 2025 ഡിസംബറിലും ഇന്ത്യൻ സർക്കാർ നൽകിയ ഉറപ്പുകളും 2026 ഫെബ്രുവരിയിലെ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള കുറിപ്പ് വാക്കാലുള്ള കുറിപ്പും അനുസരിച്ചായിരുന്നു വിധി. മനുഷ്യാവകാശ കാരണങ്ങളാൽ കഴിഞ്ഞ വർഷം UK കോടതി അദ്ദേഹത്തെ കൈമാറുന്നത് തടഞ്ഞു. പീഡനത്തിന്റെ അതേ അപകട സാധ്യത തനിക്കും ബാധകമാണെന്ന് നീരവ് വാദിച്ചിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഒരു അമേരിക്കൻ F-18 യുദ്ധവിമാനം FA-18 ഹോർനെറ്റ് വിജയകരമായി ലക്ഷ്യമിട്ടതായി അറിയിച്ചു. US വിമാനത്തെ വിജയകരമായി ലക്ഷ്യം വെച്ചതായി IRGC അവകാശപ്പെട്ടു. എന്നിരുന്നാലും സ്ഥലം, നാശനഷ്ടത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ പൈലറ്റിന്റെ വിധി എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉടൻ നൽകിയില്ല.
ഇറാന്റെ അവകാശവാദം പിന്നീട് അമേരിക്കൻ സൈന്യം നിഷേധിച്ചു. ഇറാൻ ഒരു യുദ്ധവിമാനവും വെടിവെച്ചിട്ടില്ലെന്ന് അമേരിക്ക പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.